അയാൾ മഹാനവറുകൾക്ക് സേവനം ചെയ്യാൻ വരാറുണ്ട്. ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളുകൾ വലിയ ഭാഗ്യമാണ്. ആലിമീങ്ങൾ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കണം, അവരുടെ ചെരുപ്പെടുത്തു കൊടുക്കണം, അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക. അതൊരു തഫദ്ദുലാണ്. അത് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവമെന്ന തവാദുഇന്റെ ഒരു ദലീലുമാണത്. അള്ളാഹു നമുക്കൊക്കെ അതെമ്പാടും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ദിവസം വന്നപ്പോ ഇയാളെ കാണുന്നില്ല, ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല ഇവിടെ. അപ്പൊ ചോദിച്ചു, ഇയാളെവിടെ? അവർ പറഞ്ഞു, യാ ശൈഖ് അബ്ദുല്ലാഹി മുബാറക് എന്നവരെ വിളിക്കാൻ. പിന്നെ അവനിച്ചിരി കടബാധ്യത ഉണ്ടായപ്പോഴേ ആളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആള് ജയിലിലാണ്. യാ അല്ലാഹ്, നല്ല പയ്യനായിരുന്നല്ലോ, എന്ത് പറ്റി? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വയ്യ, പിടിച്ചുകൊണ്ടുപോയി. സാന്ദർഭികമായി പറയട്ടെ, കടം തന്നവർക്ക് വേണ്ടി ദ്വാരക്കണം എന്നാണ്. കടം തന്ന് സഹായിച്ചവര്, അവർക്കൊരു നല്ല മനസ്സ് തോന്നിയുണ്ടല്ലേ തരുന്നത്. അള്ളാഹു അവർക്കൊക്കെ എല്ലാ നന്മയും ഗുണവും അള്ളാഹു നൽകട്ടെ. കടം വാങ്ങിച്ചവര് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള പണി നോക്കും വേണം. കടം വാങ്ങിച്ചവരെന്ത് ചെയ്യണം? പിന്നെ ബാക്കിയുള്ള ലക്ഷറിക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അടിച്ചുപൊളിച്ച് നടക്കരുത്. നിബിധങ്ങൾ പറയുമായിരുന്നു, മത്വലുൽ ഗനിയ്യു ദുൽമുൻ, മുതലാളിയായ ഒരു മനുഷ്യൻ കടം വീട്ടാൻ കഴിവുണ്ടായിട്ട് കടം വീട്ടാതെ നടക്കുകയാണെങ്കിൽ ദുൽമുൻ, ഓരോ സെക്കൻഡും അവൻ ദുൽമ ചെയ്ത ആളാണ്. എത്രയോ ആളുകൾക്ക് കൊടുക്കാനും കിട്ടാനുണ്ടായിരിക്കും ഇവിടെ. കടത്തെപ്പറ്റി നിബിധങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹദീസാണ്, ഹമ്മും ബില്ലൈലി ദുൽമും ബിന്നഹാർ, രാത്രി അത് ടെൻഷനാണ്, പകലിൽ അത് നാണക്കേടാണ്. ഏത് കടം? ആർക്ക്? കടം വാങ്ങിയ ആൾക്ക്. ഇന്ന് ആ ഹദീസിന്റെ അർത്ഥം എങ്ങനെയാണെന്നറിയോ? കടം കൊടുത്താക്ക് റബ്ബേ എന്റെ പൈസ കിട്ടൂലേ. കൊടുത്ത ആൾക്ക് ടെൻഷനാ, രാത്രി ഉറക്കം വരില്ല. അവനോട് എങ്ങനെ ചോദിച്ച കുടുംബം തെറ്റും. ഉപകാരം ചെയ്തതല്ല, പിന്നെ അവൻ പറയും എന്നോട് ചോദിച്ചില്ലേ. നീ വാങ്ങിച്ച് നീ കൊടുക്കേണ്ട ആളല്ലേ, ആ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചോദിക്കൂലേ? അദ്ദേഹത്തിന്റെ ഹക്കല്ലേ അത്, അയാളുടെ അവകാശമല്ലേ, ചോദിച്ചെന്താ കുഴപ്പം? എന്നങ്ങനെയല്ല. കടം തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ കത്തിയെടുത്ത് കുത്താൻ വരിക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കുടുംബം തെറ്റാണ്. ഈ മനുഷ്യൻ ചെയ്ത ഉപകാരമല്ല, നോക്ക് എന്നോട് എന്തുകൊണ്ട് ചോദിച്ചു. യാ അല്ലാഹ്, എന്തൊരു ഇങ്ങനെ മക്കൾ ഇൻഖിലാബാത്തിന്റെ കാലമാണ്. യാ അല്ലാഹ്. മുഹമ്മദ് മുഖദിർ എന്ന മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരെ ആ മുതലാളിയെ വിളിച്ചു, പറഞ്ഞു രാത്രി എന്നെ ഒന്ന് കാണാൻ വരണം. മഹാനായ ശൈഖ് അവറുകൾ വരികയാണ്. മഹാനവറുകൾ മുതലാളിയാണ്, ആലിമാണ്, പൈസ ഉണ്ട്. പൈസയുള്ള ആലിമീങ്ങൾ ഇങ്ങനെ വാങ്ങാൻ നിൽക്കരുതെന്ന, കൊടുക്കുമാണെന്ന. പൈസയുള്ളവർ എന്ത് ചെയ്യണം? കൊടുക്കണം. സാധാരണക്കാർക്ക് മാത്രമല്ല സ്വതക്കന്റെ കൂലി, ഉസ്താദ്മാർക്കും കിട്ടിക്കൂടെ? സ്വതക്ക ചെയ്യാൻ പറ്റിയ നല്ല നല്ല മുതലാളിമാരും മില്യണേഴ്സായ ഉസ്താദ്മാരൊക്കെ ഉണ്ടാവും. ഒരു കൊടുക്കണം, ഇനി വാങ്ങാൻ നിൽക്കണ്ട, സ്വന്തം നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, കൊടുത്തേക്കണം. അബ്ദുല്ലാഹി മുബാറക് എന്നവർ കൊടുക്കുക. മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ദേ 10,000 ദിർഹം പിടിച്ചോ. ഒരു ആലിമാണ് ചെയ്തത്, മഹാനായ പണ്ഡിതൻ, സാഹിദായ ആലിമാണ് അബ്ദുല്ലാഹി മുബാറക് എന്നവര്. 10,000 ദിർഹം കയ്യിലിട്ട് കൊടുക്കാൻ പിടിച്ചോ. ഇത് ആ ചെറുപ്പക്കാരന്റെ പൈസയാണ്. ഞാനാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടിയത് എന്ന് ഞാൻ മരിക്കണവരെ പറയാൻ പാടില്ല. പറ്റുമോ എന്ന് ചോദിച്ചു. ഓ, ഞാൻ പറയില്ല. ഇങ്ങനെ ഞാൻ മരിക്കണവരെ ഞാനാണ് ഈ കടം വീട്ടിയത് എന്ന് അവനോട് പറയരുത്, ഒരാളോട് കൂടെ പറയാൻ പാടില്ല. അവനെ ഇന്ന് രാത്രിക്ക് രാത്രി ജയിലിൽ നിന്ന് മോചിപ്പിക്കണം. കണ്ടീഷൻ എന്താ പറഞ്ഞത്? ആരോടും മിണ്ടരുത്. നമ്മളെന്താ പറയാ? പത്രത്തിൽ കൊടുക്കണം, അല്ലേ? ഫോട്ടോ എടുത്ത് വിടണം. പിന്നെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വിട്ടിട്ടില്ലേ? ആ, വിടണം. ഇത് ചെയ്യല്ല എന്ന് പറയാ. ഇവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു ജനറേഷനും നമ്മളും തമ്മിൽ വന്ന ഗ്യാപ്പ് അവിടെയാണ്. മഹാനവറുകൾ പൈസ ഏൽപ്പിച്ചു, അവിടെ കടം വീട്ടി കൊടുത്തു. ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ജയിലിലിറങ്ങി റിട്ടയിലേക്ക് വന്നപ്പോ ആളുകൾ പറഞ്ഞിടോ, നിന്റെ ശൈഖ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതെയോ? എന്നിട്ട് എവിടെ? അദ്ദേഹം രാവിലെ കുറച്ചു നേരം മുമ്പ് പുറപ്പെട്ടു, നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടി. 5 മൈൽ അപ്പുറം എത്തിയപ്പോ കണ്ടു മഹാനവറുകളെ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ശൈഖ് ചോദിച്ചു, മോനെ നീ എവിടെയായിരുന്നു? മഹാനവർക്കറിയാം ഇവിടെ ജയിലിലായിരുന്നു. ചോദിച്ചു, എവിടെയായിരുന്നു? ജയിലിലായിരുന്നു ശൈഖ് അവറുകളെ. ഓ, എന്നിട്ട് എന്ത് പറ്റി? എന്തേ കാര്യം? കടം കൊടുക്കാണ്ടായിട്ട് പിടിച്ചിട്ടതാണ്. എന്നിട്ട് പിന്നെ എന്തായി? ഏതോ ഒരാളിന്റെ കടം വീട്ടി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. മോനെ അള്ളാഹിനെ സ്തുതിക്കും. മോനെ ഒരാൾ നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ? അള്ളാഹ്ക്ക് സ്തുതി പറയേ.
എന്നിട്ടും മഹാൻ പറഞ്ഞില്ല ഇത് ഞാനായിരുന്നു ചെയ്തെന്ന് പറഞ്ഞില്ല. മരിക്കുന്നവരെ അറിഞ്ഞിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവര് ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേട്ടപ്പോഴാണ് ഈ മുതലാളി വിളിച്ചു പറഞ്ഞത്, നിന്റെ കടമെന്ന് വീട്ടിയത് നിന്റെ ഉസ്താദായിരുന്നു.